നമസ്കാരം. പ്രധാന വാർത്തകൾ. കുന്നംകുളത്ത് പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി.എസ്. സുജിത്തിന്റെ പരാതിയിൽ അടിയന്തര നടപടിക്കൊരുങ്ങി സർക്കാർ. വിഷയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഇടപെട്ടു. ഒരാഴ്ചയ്ക്കകം സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചു. അന്തരിച്ച കുന്നംകുളം കാണിപ്പയ്യൂർ യൂണിറ്റി ആശുപത്രി സ്ഥാപകൻ മോഹനവർമ്മയ്ക്ക് നാടിന്റെ യാത്രാമൊഴി. ശ്വാസതടസ്സത്തെ തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അദ്ദേഹത്തിന്റെ അന്ത്യം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ. സംസ്കാരം എറണാകുളം രവിപുരത്ത് നടന്നു. വിട പറയുന്നത് കുന്നംകുളത്തിന്റെ ആരോഗ്യരംഗത്ത് സ്വാർത്ഥകമായ ഇടപെടൽ നടത്തിയ പ്രതിഭാശാലി. സാധാരണക്കാർക്ക് വീണ്ടും ഇരുട്ടടിയായി രാജ്യത്ത് ഇന്ധനവില വർധന. പെട്രോളിന് ഇന്ന് ₹2.61 ഡീസലിന് ₹2.71 കൂടി. നികുതി കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള നീക്കത്തിലേക്ക് സംസ്ഥാനത്തെ UDF സർക്കാർ നീങ്ങുമോ എന്ന് ആകാംക്ഷ. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സന് പുതിയ ഔദ്യോഗിക വാഹനം വാങ്ങാനുള്ള നീക്കത്തെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ ബഹളം. കോൺഗ്രസ് BJP അംഗങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ യോഗം അജണ്ടകൾ ചർച്ച ചെയ്യാനാകാതെ പിരിഞ്ഞു. പ്രതിപക്ഷം നാടിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് നഗരസഭാ അധ്യക്ഷ സൗമ്യ അനിൽ. മാർച്ച് മാസം നടന്ന 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സെക്രട്ടേറിയറ്റ് PRD പ്രസ് ചേംബറിൽ പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ ഫലപ്രഖ്യാപനം നടത്തും. കാലവർഷം നാളെ കേരള തീരം തൊട്ടേക്കും. പരക്കെ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ടിന് സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. മുഖ്യമന്ത്രിയുടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങളിൽ വ്യക്തത വരുത്തി ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ. മുഖ്യമന്ത്രി VIP പരിഗണനയോടെയല്ല, മറിച്ച് ക്ഷേത്രത്തിലെ കൃത്യമായ ചട്ടങ്ങളും ഭക്തർക്കുള്ള സൌകര്യങ്ങളും മുൻനിർത്തി തന്നെയാണ് ദർശനം നടത്തിയതെന്ന് അഡ്മിനിസ്ട്രേറ്റർ. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി.എസ്. സുജിത്തിന്റെ പരാതിയിൽ അടിയന്തര നടപടിക്കൊരുങ്ങി സർക്കാർ. വിഷയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഇടപെട്ടു. ഒരാഴ്ചയ്ക്കകം സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചു. സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിൽ കണ്ടാണ് സുജിത്തും കോൺഗ്രസ് നേതാവ് വർഗീസും പരാതി നൽകിയത്. മർദ്ദനത്തിന് ഉത്തരവാദികളായ 5 പോലീസ് ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാണ് സുജിത്തിന്റെ പ്രധാന ആവശ്യം. പരാതിയിൽ അടിയന്തരമായി സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സുജിത്തിന് ഉറപ്പു നൽകി. 2023 സുജിത്ത് കസ്റ്റഡി മർദ്ദനത്തിനിരയായത്. അന്ന് സംഭവം പുറത്തറിയാതെ പോയെങ്കിലും വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് കസ്റ്റഡി മർദ്ദനത്തിന്റെ ക്രൂരത കേരളം അറിഞ്ഞത്. ദൃശ്യങ്ങൾ പുറത്തുവന്ന ഘട്ടത്തിൽ വലിയ ജനരോഷമുയരുകയും കോൺഗ്രസ് നേതൃത്വം വിഷയത്തിൽ നിയമസഭയിലടക്കം പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ നിർബന്ധിതരായത്. എന്നാൽ പിന്നീട് നടന്ന അന്വേഷണങ്ങൾ കാര്യമായ പുരോഗതിയില്ലാതെ മുന്നോട്ടു പോകുന്നതിനിടെയാണ് സുജിത്ത് കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത്. കോടതി ഉത്തരവിനെ തുടർന്ന് 4 പോലീസുകാർക്കെതിരെ കേസെടുത്തിരുന്നു. ദീർഘകാലമായുള്ള നിയമ പോരാട്ടത്തിനൊടുവിൽ സർക്കാർ തലത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സുജിത്ത്. സാധാരണക്കാർക്ക് വീണ്ടും ഇരുട്ടടിയായി രാജ്യത്ത് ഇന്ധനവില വർധന. പെട്രോളിന് ഇന്ന് ₹2.61 ഡീസലിന് ₹2.71 കൂടി. ഇന്നത്തെ വർധന കൂടി വന്നതോടെ തിരുവനന്തപുരത്ത് പെട്രോളിന് ₹115.32, ഡീസലിന് ₹104.41 വില. രണ്ടാഴ്ചയ്ക്കിടെ 4 തവണയായി 8 രൂപയാണ് കൂട്ടിയത്. മെയ് 15 പെട്രോളിനും ഡീസലിനും 3 രൂപ വീതം കൂട്ടി. മെയ് 19 90 പൈസ വീതം വർദ്ധിപ്പിച്ചു. മെയ് 23 പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് കൂട്ടിയത്. ഇന്ന് പെട്രോളിന് ₹2.61 ഡീസലിന് ₹2.71 കൂട്ടി. അതേസമയം സംസ്ഥാനത്തിന്റെ നികുതി കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകുമോ എന്ന ചോദ്യം ബാക്കിയാണ്. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സന് പുതിയ ഔദ്യോഗിക വാഹനം വാങ്ങാനുള്ള നീക്കത്തെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ ബഹളം. തിങ്കളാഴ്ച രാവിലെ 11 ചേർന്ന കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് BJP അംഗങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ യോഗം അജണ്ടകൾ ചർച്ച ചെയ്യാനാവാതെ പിരിഞ്ഞു. ആർഭാടത്തിനല്ല, മറിച്ച് അത്യാവശ്യത്തിനായാണ് പുതിയ വാഹനം വാങ്ങുന്നതെന്ന് ചെയർപേഴ്സൺ സൗമ്യ അനിൽ വ്യക്തമാക്കി.
നിലവിലുള്ള വാഹനം വാങ്ങിയിട്ട് 14 വർഷത്തോളമായി. ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായതിനാലും അത് കണ്ഠം ചെയ്യാനുള്ള നടപടികൾ നേരത്തെ പൂർത്തിയാക്കിയതിനാലും പുതിയ വാഹനം അനിവാര്യമാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ഈ തീരുമാനം എടുത്തിരുന്നെങ്കിലും ഇലക്ഷൻ കാരണം ഫണ്ട് ലഭ്യമായിരുന്നില്ല. നഗരസഭയ്ക്ക് സ്വന്തമായി തനത് ഫണ്ടുള്ളതിനാലാണ് അതിൽ നിന്നും തുക ചെലവഴിച്ച് വാഹനം വാങ്ങാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ കൌൺസിൽ യോഗത്തിലുണ്ടായ സമാന അവസ്ഥയാണ് ഇന്ന് ചേർന്ന കൌൺസിൽ യോഗത്തിലും ഉണ്ടായത്. സീറോ ഹവറിൽ അനാവശ്യ വിഷയങ്ങൾ ഉന്നയിച്ച ഭരണ നടപടികൾ തടസ്സപ്പെടുത്തുന്ന ശൈലിയാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്ന് ചെയർപേഴ്സൺ കുറ്റപ്പെടുത്തി. വികസന കാര്യങ്ങളിൽ ചർച്ചകൾക്ക് പകരം അനാവശ്യ തർക്കങ്ങളുമായി യോഗത്തെ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും ചെയർപേഴ്സൺ ആരോപിച്ചു. ആർഭാടത്തിനല്ല മറിച്ച് അനിവാര്യമായതിനാലാണ് പുതിയ വാഹനം വാങ്ങുന്നതെന്ന് ചെയർപേഴ്സൺ സൗമ്യ അനിൽ. കൌൺസിൽ യോഗത്തിന് ശേഷം സിസിടിവിയോട് പ്രതികരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ. നിലവിലുള്ള വാഹനം വാങ്ങിയിട്ട് 14 വർഷത്തോളമായി. അത് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായതിനാലാണ് പുതിയ വാഹനം വാങ്ങാൻ നീക്കമുണ്ടായത്. നഗരസഭയ്ക്ക് തനത് ഫണ്ടുള്ളതിനാലാണ് അതിൽ നിന്നും തുക ചെലവഴിച്ച് വാഹനം വാങ്ങാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ കൌൺസിലിലെ പോലെ ശൂന്യവേളയിൽ അനാവശ്യ വിഷയങ്ങൾ ഉന്നയിച്ച് വികസന നടപടികൾ തടസ്സപ്പെടുത്തുന്ന ശൈലിയാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്നും ചെയർപേഴ്സൺ കുറ്റപ്പെടുത്തി. വികസന കാര്യങ്ങളിൽ ചർച്ചകൾക്ക് പകരം അനാവശ്യ തർക്കങ്ങളുമായി യോഗത്തെ തടസ്സപ്പെടുത്തുന്നത് ജനം മനസ്സിലാക്കുമെന്നും നഗരസഭാധ്യക്ഷ പറഞ്ഞു. ഒരു 10-14 വർഷത്തിനടുത്തായി ഈ വാഹനം വാങ്ങിച്ചിട്ടും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് പുതിയ വാഹനം വാങ്ങണം എന്നുള്ളത് കഴിഞ്ഞ കൗൺസിലും ഒക്കെ രേഖാഖണ്ഡമായി എടുത്ത തീരുമാനത്തിന്റെ പുറത്താണ്. അപ്പോൾ ഫണ്ടില്ലാത്തതിന്റെ ഭാഗമായിക്കൊണ്ട് കുന്നംകുളം നഗരസഭയെ സംബന്ധിച്ച് തനത് ഫണ്ടുള്ള ഒരു നഗരസഭയാണ്. അപ്പോൾ അതിൽ നിന്ന് തനത് ഫണ്ട് എടുത്തുകൊണ്ട് വാഹനം വാങ്ങാനുള്ള ഒരു അജണ്ടയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പുറത്ത് ഉണ്ടായ ഒരു ബഹളമാണ്. ഇതൊരു ആർഭാടം എന്ന രീതിയിലല്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു വാഹനം വാങ്ങണം. നിലവിലുള്ള വാഹനം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ട് പുതിയൊരു വാഹനം വാങ്ങണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു അജണ്ടയാണ് ഉണ്ടായിട്ടുള്ളത്. അത് അനാവശ്യമായ വിഷയമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള കൗൺസിൽ ഉണ്ടായിട്ടുള്ളത്. കുന്നംകുളം നഗരസഭ ചെയർപേഴ്സണായി 17 ലക്ഷം രൂപ ചെലവഴിച്ച് ആഡംബര വാഹനം വാങ്ങാനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്തും എതിർക്കുമെന്ന് ഔദ്യോഗിക പക്ഷത്തെ കോൺഗ്രസ് കൌൺസിലർമാർ. ഫണ്ടില്ലാത്തതിനാൽ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുമ്പോൾ ആഡംബര വാഹനം വാങ്ങാനുള്ള പണം അനുവദിക്കാനാവില്ലെന്ന് കൌൺസിലർ ലബീബ് ഹസൻ പറഞ്ഞു. നഗരസഭയിൽ വ്യക്തമായ ഭരണസമിതിക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ ഈ അജണ്ട വോട്ടെടുപ്പിലൂടെ പരാജയപ്പെടുത്താൻ അവസരമുണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസിലെ 5 കൌൺസിലർമാരും ഒരു സ്വതന്ത്ര അംഗവും സ്വീകരിച്ച നിലപാട് ഭരണപക്ഷത്തെ സഹായിക്കുന്നതാണെന്ന് ഔദ്യോഗിക വിഭാഗം ആരോപിച്ചു. ഇവർ യോഗത്തിൽ മനഃപൂർവ്വം ബഹളം വെച്ച് നടപടികൾ തടസ്സപ്പെടുത്തുകയും യോഗം പിരിച്ചുവിടാൻ സാഹചര്യമൊരുക്കുകയും ചെയ്തു. ഇതോടെ ഈ അജണ്ടയെ സംബന്ധിച്ച വോട്ടെടുപ്പ് നടന്നില്ല. ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന വിമത അംഗങ്ങൾക്കെതിരെ നേതൃത്വം നടപടി സ്വീകരിക്കണമെന്ന് ലബീബ് ഹസൻ, മിഷ സെബാസ്റ്റ്യൻ, സോണി ഷാജി, ബീന ബാബു തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. ഭരണപക്ഷത്തെ സഹായിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമിക്കുകയാണെന്ന ആക്ഷേപം പാർട്ടിക്ക് തലവേദനയായി മാറുകയാണ്. കുന്നംകുളം നഗരസഭയിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ പ്രതിപക്ഷത്ത് ഉള്ള ആളുകളെക്കാൾ കുറവാണ് ഭരണപക്ഷത്തുള്ള ആളുകൾ. അത് വോട്ടെടുപ്പിലൂടെ ആ വിഷയം തള്ളിക്കളയാൻ നിലകൊള്ളുന്ന ഒരു സാഹചര്യം നിലനിൽക്കെ കോൺഗ്രസ് പാർട്ടിക്കകത്തെ ചില കൗൺസിലർമാരുടെയും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെയും പിന്തുണയോടുകൂടി അനാവശ്യമായി ബഹളം വെച്ച് ചെയർമാന് കൗൺസിൽ യോഗം പിരിച്ചുവിടാനുള്ള സാഹചര്യമാണ് ഇവർ ഉണ്ടാക്കിയത്. ആ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടതുകൊണ്ട് വോട്ടിംഗ് നടക്കാതിരിക്കുകയും ഈ അജണ്ട പാസ്സാവുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിലുണ്ടായ ഒരു പ്രവർത്തനത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക കൗൺസിലർമാർ എന്ന നിലക്ക് അങ്ങേയറ്റത്തെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഈ കൗൺസിലർമാർക്കെതിരെ CPM-നെ സഹായിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന ഈ കൗൺസിലർമാർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്ന് പാർട്ടിയുടെ ഉന്നത നേതൃത്വവുമായി ഞങ്ങൾ ആവശ്യപ്പെടും. മാർച്ച് മാസം നടന്ന 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സെക്രട്ടേറിയറ്റ് PRD പ്രസ് ചേംബറിൽ പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ ഫലപ്രഖ്യാപനം നടത്തും. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് ശേഷം സർക്കാർ വെബ്സൈറ്റുകളിലും മൊബൈൽ ആപ്ലിക്കേഷനുകളിലും ഫലം ലഭ്യമാകും. മുഖ്യമന്ത്രിയുടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങളിൽ വ്യക്തത വരുത്തി ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ. മുഖ്യമന്ത്രി VIP പരിഗണനയോടെയല്ല, മറിച്ച് ക്ഷേത്രത്തിലെ കൃത്യമായ ചട്ടങ്ങളും ഭക്തർക്കുള്ള സൗകര്യങ്ങളും മുൻനിർത്തി തന്നെയാണ് ദർശനം നടത്തിയതെന്ന് അഡ്മിനിസ്ട്രേറ്റർ വ്യക്തമാക്കി. നെയ്വിളക്ക് ഷീട്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ യാതൊരുവിധ വിലക്കും നിലവിലില്ല.
കോടതി ഉത്തരവുണ്ടെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. പൊതു അവധി ദിവസങ്ങളിൽ രാവിലെ 6 മണി മുതൽ ഉച്ചവരെ പ്രത്യേക ക്യൂ ദർശനം അനുവദിക്കാറില്ല. എന്നാൽ നെയ്വിളക്ക് വഴിപാടിലൂടെ പ്രത്യേക ദർശനം അനുവദിക്കാറുമുണ്ട്. ഇത് ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനപ്രകാരം നിലവിലുള്ളതാണെന്നും ഇതിൽ കോടതിയുടെ മറ്റു ഉത്തരവുകൾ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി ഗുരുവായൂരിലെത്തിയത്. തുടർന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകൻ ഗോപാലകൃഷ്ണൻ 5 പേർക്ക് ഒന്നിച്ച് കയറാൻ സാധിക്കുന്ന 4500 രൂപയുടെ നെയ്വിളക്ക് വഴിപാട് ഷീട്ടാക്കുകയായിരുന്നു. ടിക്കറ്റ് താൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. ഈ ഷീറ്റിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഗൺമാൻ, കോൺഗ്രസ് പ്രവർത്തകനായ ഗോപാലകൃഷ്ണൻ, പോലീസിന്റെ ലൈസൺ ഓഫീസർ കൃഷ്ണകുമാർ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ എന്നിവർ അടങ്ങുന്ന സംഘം ദർശനം നടത്തിയത്. അഡ്മിനിസ്ട്രേറ്റർക്ക് ഔദ്യോഗികമായി ടിക്കറ്റിന്റെ ആവശ്യമില്ലാത്തതിനാൽ 5 പേരുടെ ടിക്കറ്റിൽ ചട്ടപ്രകാരം തന്നെയാണ് മുഖ്യമന്ത്രിയും സംഘവും ദർശനത്തിനായി കയറിയത്. തന്റെ ദർശനം കാരണം ഒരു ഭക്തന് പോലും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് മുഖ്യമന്ത്രിക്ക് നിർബന്ധമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് കടന്നുപോകാനായി സെക്യൂരിറ്റി ജീവനക്കാർ ഭക്തരെ തടയാൻ ശ്രമിച്ചപ്പോൾ അവരോടൊപ്പം തന്നെ താൻ ദർശനം നടത്തുന്നേയുള്ളൂ, ആരെയും തടയരുത് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ദർശനം കഴിഞ്ഞ് നാലമ്പലത്തിന് ചുറ്റും വലം വയ്ക്കുന്നതിനിടെ ക്ഷേത്രത്തിലേക്ക് നിവേദ്യം കൊണ്ടുപോകാനായി കയർ കെട്ടി ഭക്തരെ നിയന്ത്രിച്ചിരുന്നു. ഈ സമയത്ത് ചടങ്ങുകൾ തടസ്സപ്പെടാതെ ഏകദേശം 15 മിനിറ്റോളം ഭക്തർക്കിടയിൽ ഒരു സാധാരണക്കാരനെ പോലെ മുഖ്യമന്ത്രി കാത്തുനിന്നു. ചടങ്ങുകൾ നിർത്തിവെച്ച് മുഖ്യമന്ത്രിയെ കടത്തിവിടട്ടെയെന്ന് തിരുമേനിമാർ ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടി ഒരു ചടങ്ങുകളും മുടക്കുവാനോ മാറ്റിവെക്കാനോ പാടില്ല എന്ന് അദ്ദേഹം കർശനമായി നിർദ്ദേശിക്കുകയായിരുന്നുവെന്നും നിവേദ്യ ചടങ്ങുകൾ പൂർണ്ണമായും അവസാനിച്ച ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത് എന്നും അഡ്മിനിസ്ട്രേറ്റർ കൂട്ടിച്ചേർത്തു. അദ്ദേഹം ദർശനത്തിന് ശേഷം അദ്ദേഹം അയ്യപ്പൻ നട തൊഴുത് കറങ്ങി വരുന്ന സമയത്ത് അവിടെ നിവേദ്യം അമ്പലത്തിലേക്ക് നേദ്യം കൊണ്ടുപോയി കയറ് കെട്ടിയിരിക്കുകയായിരുന്നു. ഈ കയറ് കെട്ടിയിരുന്നത് ഏകദേശം ഒരു 15 മിനിറ്റോളം അദ്ദേഹം അത് തീരുന്നത് വരെ അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ഒരു സാധാരണക്കാരനെ പോലെ നിന്ന് ആ മൊത്തം പ്രവൃത്തിയും കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കടന്നുപോയത്. ഇടയ്ക്ക് വന്ന് തിരുമേനിമാർ വന്ന് ചോദിച്ചിരുന്നു, ഇത് നിർത്തിവെച്ചിട്ട് കടത്തിപ്പോണോ? ഒരു ചടങ്ങുകളും എനിക്ക് വേണ്ടി മുടക്കാവോ മാറ്റിവെക്കുകയോ ഒന്നും വേണ്ട എന്നൊരു നിലപാട് സ്വീകരിച്ചാണ് ഇന്നലെ അദ്ദേഹം ദർശനം നടത്തിപ്പോയത്. കാലവർഷം നാളെ കേരള തീരം തൊട്ടേക്കും. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് വരെ പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടായിരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ടിന് സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി സുരക്ഷിത മേഖലകളിൽ തുടരണം എന്നും അധികൃതർ അറിയിച്ചു. കുന്നംകുളം കാണിപ്പയ്യൂർ യൂണിറ്റി ആശുപത്രി സ്ഥാപകൻ മോഹനവർമ്മ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. എറണാകുളം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. വിട പറയുന്നത് കുന്നംകുളത്തിന്റെ ആരോഗ്യരംഗത്ത് സമാനതകളില്ലാത്ത ഇടപെടൽ നടത്തിയ പ്രതിഭ. തിരുവല്ല നെടുമ്പ്രം കൊട്ടാരത്തിൽ രവിവർമ്മ തമ്പുരാന്റെയും നെടുമ്പ്രം കൊട്ടാരത്തിൽ സുഭദ്ര തമ്പുരാട്ടിയുടെയും മകനായി 1942 ജനുവരി 19 ഡോക്ടർ രവിവർമ്മ മോഹനവർമ്മ ജനിച്ചത്. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS-ഉം MS-ഉം സ്വന്തമാക്കിയ അദ്ദേഹം പേരൂർക്കട സർക്കാർ ആശുപത്രിയിലെയും തൃശൂർ സർക്കാർ ആശുപത്രിയിലെയും അസിസ്റ്റന്റ് സർജനായുള്ള പരിശീലനത്തിന് ശേഷം 1973 ചൂണ്ടൽ സെന്റ് ജോസഫീസ് മിഷൻ ആശുപത്രിയിൽ അസിസ്റ്റന്റ് സർജനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. തുടർന്ന് 1983 കാണിപ്പയ്യൂരിൽ യൂണിറ്റി ആശുപത്രിക്ക് അദ്ദേഹം തുടക്കമിട്ടു. തുടർന്നങ്ങോട്ട് അദ്ദേഹത്തിന്റെ ചികിത്സാ മികവിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ഫലമായി വളർച്ചയുടെ പടവുകൾ കയറിയ യൂണിറ്റി ആശുപത്രി ഇന്ന് മേഖലയിലെ മികച്ച ആതുരാലയമായി മാറിയതിൽ ഡോക്ടർ വർമ്മ വഹിച്ച പങ്ക് നിസ്തുലമാണ്. കാണിപ്പയ്യൂർ യൂണിറ്റി ആശുപത്രിയെ ഒരു ചികിത്സാ സ്ഥാപനമെന്നതിലുപരി സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ മോഹനവർമ്മ വഹിച്ച പങ്ക് ചെറുതായിരുന്നില്ല. രോഗികൾക്ക് ചികിത്സ നൽകുക എന്നതിലുപരി ആശ്വാസവും ആത്മവിശ്വാസവും നൽകണം എന്ന ചിന്തയായിരുന്നു അദ്ദേഹത്തെ വേറിട്ടതാക്കിയത്. ആശുപത്രിയുടെ വളർച്ചയ്ക്കൊപ്പം സമൂഹവുമായി ചേർന്ന് നിന്ന നിരവധി പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. വർഷങ്ങളായി ചികിത്സയുടെ ലോകത്ത് മനുഷ്യസ്നേഹത്തിന്റെ മാതൃക കൂടിയായിരുന്നു അദ്ദേഹം. കാണിപ്പയ്യൂരിന്റെ ആരോഗ്യരംഗത്ത് ഒരു അധ്യായം അവസാനിക്കുമ്പോൾ യൂണിറ്റി ആശുപത്രിയെ ചികിത്സാരംഗത്ത് ശ്രദ്ധേയമാക്കി എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് അദ്ദേഹം മടങ്ങിയത്. നിലമ്പൂർ കോവിലത്ത് ശോഭവർമ്മയാണ് ഭാര്യ. ഡോക്ടർ സപ്ന വർമ്മ മകളും ഡോക്ടർ ബാലഗോപാൽ വർമ്മ മരുമകനുമാണ്. ചലച്ചിത്ര താരങ്ങളായ ഊർമിള ഉണ്ണി സഹോദരിയും സംയുക്ത വർമ്മ സഹോദരി പുത്രിയുമാണ്. ശ്വാസതടസ്സത്തെ തുടർന്ന് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:45 അന്ത്യം. സംസ്കാരം എറണാകുളത്ത് രവിപുരത്ത് നടന്നു.
എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലംപടിക്ക് സമീപം സ്കൂട്ടറിൽ നിന്ന് വീണ യാത്രികന് പരിക്കേറ്റു. ആദൂർ സ്വദേശി 74 വയസ്സുള്ള ശങ്കരനാണ് പരിക്കേറ്റത്. ഇയാളെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന വേനൽ പറവകൾ ത്രിദിന പഠന ക്യാമ്പിന് തുടക്കമായി. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AT ഹംസ, ഷാനി റെജി, V അനൂപ്, രതി ജനാർദ്ദനൻ, ബിന്ദു അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 100ഓളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ബുധനാഴ്ച പഠനയാത്രയോടെ ക്യാമ്പ് സമാപിക്കും. എടക്കഴിയൂരിലെ സ്ഥാപനത്തിൽ കണക്കിൽ കൃത്രിമം കാട്ടി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ സ്ത്രീ ഉൾപ്പെടെ 2 ജീവനക്കാർക്കെതിരെ ചാവക്കാട് പോലീസ് കേസെടുത്തു. പാവർട്ടി പെരുവല്ലൂർ കോങ്ങാടിയിൽ വീട്ടിൽ പ്രേമ നന്ദകുമാർ, മുല്ലശ്ശേരി പൂവത്തൂർ പുഴയ്ക്കര വീട്ടിൽ നാസർ എന്നിവർക്കെതിരെയാണ് ചാവക്കാട് പോലീസ് കേസെടുത്തത്. എടക്കഴിയൂരിൽ പ്രവർത്തിക്കുന്ന തഹാനി സ്റ്റീൽസ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ജീവനക്കാരായ ഇരുവരും ചേർന്ന ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയത്. സ്ഥാപനത്തിലെ ബില്ലിംഗ് കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ഓപ്പണിംഗിൽ വ്യത്യാസം വരുത്തിയാണ് ഇരുവരും ചേർന്ന് പണം തട്ടിയെടുത്തത് എന്നാണ് കേസ്. സംശയം തോന്നിയപ്പോൾ സ്ഥാപന ഉടമകൾ നടത്തിയ പരിശോധനയിലാണ് മാസങ്ങളായി നടത്തിയിരുന്ന സാമ്പത്തിക ഇടപാടിൽ ലക്ഷങ്ങളുടെ കളവ് കണ്ടെത്തിയത്. തുടർന്ന് ചാവക്കാട് പോലീസിൽ പരാതി നൽകി. പരാതി സ്വീകരിച്ച പോലീസ് അന്വേഷണം നടത്തി പ്രതികൾക്കെതിരെ കേസെടുത്തു. കേസെടുത്തതിന് പിന്നാലെ 2 ജീവനക്കാരെയും സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കിയതായും ഇവരുമായി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് സ്ഥാപനം ഉത്തരവാദിയല്ലെന്നും സ്ഥാപന ഉടമകൾ അറിയിച്ചു. നല്ല തുടക്കത്തിനായി കുഞ്ഞുചിരികൾക്കായി എന്ന ആശയം മുൻനിർത്തി പോർക്കുളം പഞ്ചായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പോർക്കുളം സേവാഭാരതി പഠനോപകരണങ്ങൾ സമ്മാനിച്ചു. പോർക്കുളം സെന്ററിലെ MSS ഹാളിൽ പ്രമുഖ കവയത്രിയും പ്രഭാഷകയുമായ KP ശൈലജ ടീച്ചർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് C മഹേഷ് അധ്യക്ഷനായി. രാഷ്ട്രീയ സ്വയം സേവാ സംഘം പര്യാവരൺ ഗതിവിഗതി വിഭാഗ് സംയോജക് KN ഗോപി സേവാ സന്ദേശം നൽകി. ദേശീയ സേവാഭാരതി ജില്ലാ സാമാജികം കൺവീനർ AK വാസുദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി മണിക്കുട്ടൻ, വിദ്യാഭ്യാസം ആയാമം കൺവീനർ സുധാ ഹർഷൻ, സരസ്വതി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 459 കുട്ടികൾക്കാണ് പഠനോപകരണ കിറ്റുകൾ സമ്മാനിച്ചത്. തുടർന്ന് ദീപ അജീഷ് നയിച്ച ഗാനമഞ്ജരിയും കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ അമ്മയും മകനും കുന്നംകുളം CCTV ഓഫീസ് സന്ദർശിക്കാനെത്തി. ചുണ്ടൽ തായങ്കാവ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന എടവന സാവിത്രി അമ്മയും മകൻ രാജഗോപാലുമാണ് CCTV സ്റ്റുഡിയോ കാണാനെത്തിയത്. വാർത്ത വായിക്കുന്നത് നേരിട്ട് കാണണമെന്ന സാവിത്രി അമ്മയ്ക്കൊരാഗ്രഹം. അപ്പോൾ പിന്നെ മകൻ രാജഗോപാൽ ഒന്നും നോക്കിയില്ല, നേരെ CCTV സ്റ്റുഡിയോയിലെത്തി. 16 വർഷം മുമ്പ് പക്ഷാഘാതം വന്ന സാവിത്രി അമ്മ കിടപ്പിലായതാണ്. അതുകൊണ്ട് എടുത്തു വേണം എല്ലായിടത്തും കൊണ്ടുപോകാൻ. എന്നാൽ മകന് ഒട്ടും ഭാരമല്ലത്. അമ്മയുടെ ആഗ്രഹത്തിനനുസരിച്ച് യാത്രകളിലൂടെ സന്തോഷം കണ്ടെത്തുന്ന ഇരുവരും ഇതിനോടകം 800-ലധികം സ്ഥലങ്ങൾ കണ്ടുകഴിഞ്ഞു. പ്രായം തളർത്താത്ത മനസ്സുമായി ഒരു കുഞ്ഞിനെപ്പോലെ മകന്റെ കയ്യിലിരിക്കുന്ന അമ്മയും അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി. CCTVയിൽ എത്തിയ അമ്മ വാർത്താ സംവിധാനങ്ങൾ കൗതുകത്തോടെയാണ് നോക്കി മനസ്സിലാക്കിയത്. ഓരോ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. നേരിട്ട് വാർത്ത വായിക്കുന്നതും കണ്ട് എല്ലാവരോടും കുശലന്വേഷണം നടത്തിയാണ് അമ്മയും മകനും മടങ്ങിയത്. തൃത്താല മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി VT ബൽറാമിന്റെ വിജയവും UDF സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തതിന്റെ ഭാഗമായി ചാലിശ്ശേരി UDF കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. ചാലിശ്ശേരി അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മെയിൻ റോഡ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ VT ബൽറാം MLA നന്ദി പ്രകടനം നടത്തി. DJ ലൈറ്റും ശിങ്കാരി മേളവും പ്രകടനത്തിന് ആവേശം പകർന്നു. ഫാൻസി വെടിക്കെട്ടും ഉണ്ടായിരുന്നു. DCC സെക്രട്ടറി ബാബു നാസർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹുസൈൻ പുളിയഞ്ഞാലിൽ, UDF ചെയർമാൻ സേതു മംഗലത്ത്, കൺവീനർ റസാഖ് പുളിയഞ്ഞാലിൽ, UDF തൃത്താല നിയോജക മണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റം യുവധാര കൾച്ചറൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുവധാര ജൂനിയർ അംഗങ്ങളായ 20ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. സൊസൈറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് K ശരത് ലൂയിസ് അധ്യക്ഷനായി. സെക്രട്ടറി TA പ്രിൻസൺ, ട്രഷറർ ഗബ്രിയൽ B കാക്കശ്ശേരി, വൈസ് പ്രസിഡന്റ് PF തോമസ്, അംഗങ്ങളായ MT ഷാജു, KG ജെയ്സൺ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പുതിയ ശ്രീകോവിലിന്റെ ശിലാസ്ഥാപന കർമ്മം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. ക്ഷേത്രത്തിൽ വരാനിരിക്കുന്ന നവീകരണ കലശ ചടങ്ങുകളുടെ മുന്നോടിയായാണ് ക്ഷേത്രം പൂർണ്ണമായും പുതുക്കി പണിയുന്നത്. തിങ്കളാഴ്ച രാവിലെ ആനയ്ക്കൽ ചെമ്മണ്ണൂരിലെ ശ്രീമൂലസ്ഥാനത്തു നിന്നും നിർമ്മാണത്തിനുള്ള ആദ്യ ശില വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്.
തുടർന്ന് നടന്ന ശിലാസ്ഥാപന കർമ്മം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നിർവഹിച്ചു. തച്ചുശാസ്ത്ര വിദഗ്ധൻ ബ്രഹ്മശ്രീ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് തയ്യാറാക്കിയ രൂപരേഖ പ്രകാരമാണ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കുക. ചടങ്ങിൽ ക്ഷേത്രം ദേവസ്വം ഭരണസമിതി പ്രസിഡന്റ് കെ.ബി. അശോക് കുമാർ, സെക്രട്ടറിമാരായ കെ.എസ്. ചന്ദ്രൻ, പി.വി. സുരേഷ്, ട്രഷറർ എം.സി. അപ്പു, ക്ഷേത്രം മേൽശാന്തി മംഗലപ്പള്ളി ഹരികൃഷ്ണൻ നമ്പൂതിരി, വെളിച്ചപ്പാട് രാജേന്ദ്രപ്രസാദ്, മാനേജർ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കൂടാതെ രൂപരേഖ തയ്യാറാക്കിയ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, എഞ്ചിനീയർ ഉണ്ണി നാരായണൻ, കോൺട്രാക്ടർമാരായ അശോകൻ, ബിജു എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഡിവൈഎഫ്ഐ കേച്ചേരി മേഖലാ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ ക്യാമ്പയിന്റെ ഭാഗമായി കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ ശുചീകരണം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഫസീല തരകത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കേച്ചേരി മേഖലാ പ്രസിഡന്റ് ഫഹദ് മുസ്തഫ അധ്യക്ഷനായി. കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം PS സഹല, മേഖലാ സെക്രട്ടറി സച്ചിൻ പ്രകാശ്, മേഖലാ ട്രഷറർ VA നിസാം, യൂത്ത് ബ്രിഗേഡ് കൺവീനർ PK അജാസ് എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റാഷിദ്, മുത്തലിഫ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കുട്ടിയെഴുത്തുകാരി തപസ്യയുടെ പുതിയ പുസ്തകമായ ഓലപ്പമ്പരം പ്രകാശിതമായി. ഗുരുവായൂർ ഗോകുലം സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയും ബ്രഹ്മകുളം നിദായനത്തിൽ സുനീഷ് നീതു ദമ്പതികളുടെ മകളായ തപസ്യ എഴുതിയ മലയാളം കവിതകളുടെ സമാഹാരത്തിന്റെ പ്രകാശനമാണ് നടന്നത്. 6 വയസ്സിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും കവിതാ സമാഹാരങ്ങൾ പുറത്തിറക്കി വേൾഡ് റെക്കോർഡിന് അർഹയായ തപസ്യയുടെ കുഞ്ഞു മനസ്സിൽ വിരിഞ്ഞ ഭാവനകളാണ് മനോഹരങ്ങളായ കവിതകളായി പിറവിയെടുത്തത്. കവി ആലങ്കോട് ലീലാകൃഷ്ണന്റെ അവതാരികയും ബാലസാഹിത്യകാരൻ ശ്രീജിത്ത് മൂത്തേടത്തിന്റെ ആസ്വാദനക്കുറിപ്പുമായി തയ്യാറാക്കിയ ഓലപ്പമ്പരത്തിന്റെ പ്രകാശന കർമ്മം കേരള സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന ചടങ്ങിൽ ചിത്രകാരനായ ആർട്ടിസ്റ്റ് നന്ദൻ പിള്ള നിർവഹിച്ചു. എഴുത്തുകാരി സുനിത സുകുമാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചലച്ചിത്ര താരം സന ബാപ്പു മുഖ്യാതിഥിയായി. കവി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് പുസ്തക പരിചയം നടത്തി. എഴുത്തുകാരായ CK ധന്യ, അഡ്വക്കേറ്റ് ഹരിദാസ്, ഡോക്ടർ വിദ്യാധരൻ കളരിക്കൽ, അഡ്വക്കേറ്റ് KM ഷാജി, രമിത കാട്ടകാമ്പാൽ എന്നിവർ സംസാരിച്ചു. തപസ്യ മറുപടി പ്രസംഗം നടത്തി. ഗോകുലം സ്കൂളിൽ ഈ വർഷം 4ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന ആമി എന്ന് വിളിക്കുന്ന തപസ്യയുടെ ആദ്യ 2 പുസ്തകങ്ങൾ 2 വർഷം മുൻപ് പ്രകാശനം ചെയ്തിരുന്നു. വർണ്ണജാലകം എന്ന പേരിൽ മലയാളത്തിലും മൈ മാജിക് പെൻസിൽ എന്ന പേരിൽ ഇംഗ്ലീഷിലുമായിരുന്നു എഴുത്തിന്റെ ലോകത്തേക്കുള്ള ആമിയുടെ വരവറിയിച്ച കൃതികൾ. ചെറിയ പ്രായത്തിൽ തന്നെ 2 ഭാഷകളിൽ പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചതിന് വേൾഡ് റെക്കോർഡിന് അർഹയാവുകയും ചെയ്തിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി. പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്നവയാണ് ആമിയുടെ കവിതകൾ. കിളികളും പൂക്കളും മരങ്ങളും ചിത്രശലഭവും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് വഴിയുണ്ടാകുന്ന ദുരന്തങ്ങളും ആമിയുടെ ഭാവനയിൽ നിന്ന് കവിതയായി പെയ്തിറങ്ങിയിട്ടുണ്ട്. മുണ്ടൂർ ഇടവകയിലെ സെന്റ് സേവിയർ കുടുംബ കൂട്ടായ്മയുടെ വാർഷിക സംഗമം ആഘോഷിച്ചു. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇടവക വികാരി ഫാദർ ബാബു അപ്പാടൻ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ജെയ്സൺ ജോണിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടറി MM ഫ്രാൻസിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരുമ്പൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. AEE കോൺവെന്റിലെ സിസ്റ്റർ ആൽഫ ആന്റണി, ഇടവകയുടെ മാനേജിംഗ് ട്രസ്റ്റി PK ഔസേപ്പ്, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ET ജോൺസൺ എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ ജോൺസൺ ജോർജ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ധന്യ ജോൺസൺ നന്ദിയും പറഞ്ഞു. കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും സമ്മാന വിതരണവും ഉണ്ടായിരുന്നു. സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ മഴക്കാലപൂർവ്വ ശുചീകരണം പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീജ മൊയ്തുണ്ണി സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി KR സന്തോഷ് നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർമാരും കുടുംബശ്രീ ചെയർപേഴ്സൺ സുമതി രാജൻ, പഞ്ചായത്ത് ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പോർക്കുളം അഗതിയൂരിൽ കിണറ്റിൽ കാട്ടുപന്നി വീണു. കണ്ടംകുളങ്ങര വെള്ളാണ്ടത്ത് വിജയലക്ഷ്മിയുടെ വീടിന് പുറകുവശത്തുള്ള കിണറ്റിലാണ് പന്നി വീണത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതനുസരിച്ച് വനംവകുപ്പിന്റെ ഇടപെടലിനെ തുടർന്ന് RRT അംഗം അഷ്റഫ് സ്ഥലത്തെത്തി. പന്നിയെ പുറത്തെടുത്ത് ലൈസൻസ് ഷൂട്ടർ മുകേഷ് വെടിവെച്ച് കൊന്ന് മണ്ണെണ്ണയൊഴിച്ച് കുഴിച്ചുമൂടി. പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ്, വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷ്, മെമ്പർമാരായ തമ്പി K ജോബ, P പ്രവീൺകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ചാലിശ്ശേരി പഴയ അടയ്ക്ക കേന്ദ്രത്തിന്റെ 3ാം വാർഷികം ആഘോഷിച്ചു. കേരളത്തിലെ പ്രധാന അടയ്ക്ക വിപണന കേന്ദ്രമായ ചാലിശ്ശേരി പഴയ അടയ്ക്ക കേന്ദ്രത്തിന്റെ 73ാം വാർഷികവും പുതിയ മാർക്കറ്റിന്റെ 3ാം വാർഷികവുമാണ് ആഘോഷിച്ചത്. തിങ്കളാഴ്ച പഴയ മാർക്കറ്റിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി കർഷകരും വ്യാപാരികൾ അടയ്ക്കയുമായി ലേലത്തിനെത്തി. 1953-ലാണ് ചാലിശ്ശേരിയിൽ അടയ്ക്ക കേന്ദ്രം തുടങ്ങിയത്. കേന്ദ്രത്തിന്റെ 70 വാർഷികത്തിലാണ് പുതിയ തലമുറയിലെ വ്യാപാരികൾ 2023 മെയ് 25-ന് ആധുനിക രീതിയിൽ പഴയ അടയ്ക്ക കേന്ദ്രം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. പഴയ അടയ്ക്ക കേന്ദ്ര വാർഷികത്തിൽ സഹകരിച്ച കർഷകരോടും വ്യാപാരികളോടും ഭാരവാഹികൾ നന്ദി പറഞ്ഞു. ചായ സൽക്കാരവും ഒരുക്കിയിരുന്നു. രക്ഷാധികാരി മാനു താണിയൻ, പ്രസിഡന്റ് ഷിജോയ് തോലത്ത്, വൈസ് പ്രസിഡന്റ് KH സാലിഹ് കാണക്കൂട്ടിൽ, സെക്രട്ടറി ബാബു കണ്ടരാമത്ത്, ട്രഷറർ MM ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. പുതിയ സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് UDF ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയാഘോഷം നടന്നു. UDF ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ചാവക്കാട് മണത്തല മുല്ലത്തറയിൽ നിന്നാണ് വിജയാഘോഷം ആരംഭിച്ചത്. നഗരം ചുറ്റി ചാവക്കാട് സെന്ററിൽ സമാപിച്ചു. UDF നേതാക്കളായ C ഗോപപ്രതാപൻ, CH റഷീദ്, KV ഷാനവാസ്, OKR മണികണ്ഠൻ, RV അബ്ദുൾ റഹീം, അരവിന്ദൻ പല്ലത്ത്, ജലീൽ, KJ ചാക്കോ, ബീന രവിശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ ASN നമ്പീശൻ മാസ്റ്റർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി വാർഷിക പൊതുയോഗം കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കോതേടത്ത് അപ്പുനായർ പാലിയേറ്റീവ് സൊസൈറ്റിക്ക് നൽകുന്ന 5 ലക്ഷം രൂപയുടെ ചെക്ക് AC മൊയ്തീൻ MLA ഏറ്റുവാങ്ങി. കോതേടത്ത് അപ്പുനായർ, അയ്യപ്പത്ത് പാർവതിയമ്മ, പാലിയേറ്റീവ് ഹോം കെയർ ഡോക്ടർ രാധാകൃഷ്ണൻ, നഴ്സ് ബേബി, പ്രവർത്തകരായ ശിവദാസൻ, ത്രേസ്യ എന്നിവരെ ആദരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് PS സുഭാഷ്, സെക്രട്ടറി AJ ജോസ്, ട്രഷറർ AJ ജോക്കി, വൈസ് പ്രസിഡന്റ് OP സൈമൺ, ജോയിന്റ് സെക്രട്ടറി KK മോഹനൻ എന്നിവരെ തെരഞ്ഞെടുത്തു. 2014-ലാണ് സൊസൈറ്റി രൂപീകരിച്ച് വേലൂർ പഞ്ചായത്തിലെ 19 വാർഡുകളിലും പ്രവർത്തിച്ചു വരുന്നത്. ഹോം കെയർ യൂണിറ്റ് കിടപ്പുരോഗികളെ സന്ദർശിച്ച് സാന്ത്വന പരിചരണവും നൽകുന്നുണ്ട്. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ ഗുരുപ്രണാമവും വേദജ്യോതി പുരസ്കാര സമർപ്പണവും നടത്തി. കഴിഞ്ഞ 3 വർഷമായി സാന്ദീപനി മാതൃസദനത്തിൽ നടത്തിവരുന്ന ആധ്യാത്മിക പഠന ക്ലാസിന് നേതൃത്വം നൽകുന്ന രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെ പാദപൂജ ചെയ്ത് പഠിതാക്കൾ ദക്ഷിണ നൽകി ആദരിച്ചു. കോഴിക്കോട് കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ അതിരാത്ര മഹായാഗത്തിന്റെ സംഘാടക സമിതി ചെയർമാനും ട്രസ്റ്റിയുമായ വിവേക് D ഷേണായിക്കാണ് വേദജ്യോതി പുരസ്കാരം നൽകിയത്. 12,345 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങിയ പുരസ്കാരം ആധ്യാത്മിക ആചാര്യൻ ഇരുനിലങ്കോട്ട് ജ്ഞാനാനന്ദ കുടീരം മഠാധിപതി സ്വാമി നിഖിലാനന്ദ സരസ്വതി സമ്മാനിച്ചു. അഷ്ടപതി ആചാര്യൻ ജ്യോതിദാസ് ഗുരുവായൂർ, ഗായകൻ K മോഹനകൃഷ്ണൻ, മദ്യ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണ പ്രവർത്തനത്തിന് ദേശീയ അംഗീകാരം ലഭിച്ച ലളിത മോഹൻ രാജ്, അശ്വത് എന്നിവരെ ആദരിച്ചു. മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. GNSS കേരള ചാപ്റ്റർ പ്രസിഡന്റ് IP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി GNSS സംസ്ഥാന ജനറൽ സെക്രട്ടറി മധു K നായർ, ട്രഷറർ K മോഹനകൃഷ്ണൻ, ചാവക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KT ശിവരാമൻ നായർ, സെക്രട്ടറി ശ്രീകുമാർ P നായർ, രവീന്ദ്രൻ വെള്ളയ്ക്കൽ, രാധ ശിവരാമൻ നായർ, ശ്രീധരൻ കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജ്യോതിദാസ് ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ പഞ്ചരത്ന അഷ്ടപതി, ഗുരുവായൂർ നീരാഞ്ജനം ഭജൻസിന്റെ ഭജന എന്നിവയുമുണ്ടായിരുന്നു. പാത്രമംഗലം തോന്നലൂർ വായനശാലയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന, തിമിര നിർണയ ക്യാമ്പും ജീവിതശൈലി രോഗനിർണയ മെഡിക്കൽ ക്യാമ്പും നടത്തി. ആര്യ ഐ കെയർ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ തോന്നലൂർ മത്തായിപ്പടി കൊട്ടിലിങ്ങൽ കോംപ്ലക്സിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയായിരുന്നു ക്യാമ്പ്. വായനശാല പ്രസിഡന്റ് MP പ്രകാശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ VSSB പ്രസിഡന്റ് വേണു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി KM ശ്രീദേവി സ്വാഗതവും ലൈബ്രറിയൻ രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരി പെരുമണ്ണൂർ യുവധാര ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 13ാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിൽ GCC ചാലിശ്ശേരി ജേതാക്കളായി. ഞായറാഴ്ച വൈകിട്ട് നടന്ന ഫൈനൽ മത്സരം ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ T അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഫൈനൽ മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് സൂര്യ ഉദിനിപ്പറമ്പിനെയാണ് GCC ചാലിശ്ശേരി പരാജയപ്പെടുത്തിയത്. വിന്നേഴ്സ് ടീം GCC ചാലിശ്ശേരിക്ക് പെരുമ്പിലാവ് വിദ്യാ റെസിഡൻസി സ്പോൺസർ ചെയ്ത 20,000 രൂപയുടെ പ്രൈസ് മണിയും പെരുമണ്ണൂർ പ്രവാസി കൂട്ടായ്മ നൽകുന്ന ശിവൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിയും വിദ്യമണി സമ്മാനിച്ചു.
റണ്ണേഴ്സായ സൂര്യ ഉദിനിപ്പറമ്പിന് ചാലിശ്ശേരി സലീം സോമിൽ നൽകുന്ന 10,000 രൂപയുടെ റണ്ണേഴ്സ് പ്രൈസ് മണിയും ബാലേട്ടൻ പെരുമണ്ണൂർ റണ്ണേഴ്സ് ട്രോഫിയും പഞ്ചായത്ത് അംഗം KR ബാലൻ നൽകി. ടൂർണമെന്റിൽ GCCയുടെ ശ്രീരാഗ് അമ്പാടി ബെസ്റ്റ് പ്ലെയറായും ശേഖർ GCC മികച്ച ഫോർവേഡറായും ചാച്ചു GCC എമർജിംഗ് പ്ലെയറായും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഗോൾ കീപ്പർ, സ്റ്റോപ്പർ, ബാക്ക് വിഭാഗങ്ങളിലായി ഉദിനിപ്പറമ്പ് ടീമിലെ ഋതു, ജുനൈ എന്നിവർക്ക് വേണുകുറുപ്പത്ത് ട്രോഫികൾ നൽകി. വിശിഷ്ടാതിഥികളായ വിദ്യാമണി, ലത്തീഫ് ഗുരുക്കൾ, പഞ്ചായത്ത് അംഗം KR ബാലൻ എന്നിവരെ ക്ലബ്ബ് ഭാരവാഹികൾ ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സവിനയ്, സെക്രട്ടറി വിഷ്ണു, ട്രഷറർ വിനീത്, റാഷിദ്, വിവേക്, നിഖിൽ, റബി എന്നിവർ നേതൃത്വം നൽകി. വെള്ളറക്കാട് VSUP സ്കൂളിലെ 96 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ സൗഹൃദ സംഗമവും അധ്യാപകരെ ആദരിക്കലും നടത്തി. പൂർവ്വ വിദ്യാർത്ഥി സിജോ അധ്യക്ഷനായ ചടങ്ങ് വാർഡ് മെമ്പർ കുമാരി മുരളി ഉദ്ഘാടനം ചെയ്തു. സിറാജ് P അബ്ദുള്ള സ്വാഗതവും സൗമ്യ കൊങ്ങത്ത് നന്ദിയും പറഞ്ഞു. പുന്നയൂർ പഞ്ചായത്തിൽ മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന ആക്ഷേപം. കാലവർഷം പെയ്തിറങ്ങിയാൽ ഉണ്ടാകാനിടയുള്ള പകർച്ചവ്യാധികൾ തടയാൻ വേണ്ടി എല്ലാ വർഷവും കാലവർഷ വരവിന് മുൻപ് തന്നെ സർക്കാർ സഹായത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ഇത് ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും മഴ വരുന്നതിന് വളരെ മുൻപ് തന്നെ ശുചീകരണ പ്രവർത്തികൾ പൂർത്തീകരിക്കുകയും ചെയ്യും. ഇതിന്റെ ഭാഗമായി കാനകൾ വൃത്തിയാക്കിയും വെള്ളക്കെട്ടുകൾ തടഞ്ഞും പൊതുയിടങ്ങൾ ശുചീകരിച്ചും ശുദ്ധജല സ്രോതസ്സുകൾ വൃത്തിയാക്കിയും വീടുകളുടെ പരിസരങ്ങൾ വൃത്തിയാക്കാൻ നിർദ്ദേശം നൽകിയും കൊതുകുകൾ ഉൾപ്പെടെയുള്ള ജീവികളുടെ വ്യാപനം തടയാനായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടത്താറുണ്ട്. ഇതിനായി 10,000 രൂപ പഞ്ചായത്ത് തനത് ഫണ്ടും 10,000 രൂപ സംസ്ഥാന ശുചിത്വ മിഷനും 10,000 രൂപ കേന്ദ്ര സർക്കാരും ചേർന്ന് 30,000 രൂപയാണ് ചെലവഴിക്കുക. ഈ ആഴ്ചയിൽ തന്നെ ശക്തമായ കാലവർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ പഞ്ചായത്ത് തയ്യാറാകാത്തത് പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണമാകുമെന്നാണ് ആക്ഷേപം. മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാതിരിക്കുന്ന പുന്നയൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂനമുച്ചി യൂണിറ്റിന്റെ 24ാം വാർഷികം ആഘോഷിച്ചു. രാവിലെ 9:30 വ്യാപാര ഭവനിൽ പതാക ഉയർത്തി തുടർന്ന് പ്രകടനം നടത്തി. സംഘടനാ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റുമായ KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VD തോമസ് അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ചെയർമാൻ CL റാഫേൽ, ജനറൽ കൺവീനർ സജി ചിറമൽ, വനിതാ വിംഗ് നിയോജക മണ്ഡലം ട്രഷറർ ഷീന ഷർഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. 2026-28 വർഷത്തേക്കുള്ള ഭാരവാഹികളായി തോമസ് VD പ്രസിഡന്റ്, ജെയ്സൺ തരകൻ സെക്രട്ടറി, PA വിൻസെന്റ് ട്രഷറർ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. അക്ഷരക്കൂട്ടുകളുടെ ഭംഗിയും എഴുത്തുവിദ്യയും അടുത്തറിയാൻ താൽപര്യമുള്ളവർക്കായി ഗുരുവായൂരിൽ മലയാളം കാലിഗ്രഫി ശില്പശാല സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രവും DC ബുക്സും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് EK നാരായണൻ ഉണ്ണി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് VB സാബു, സെക്രട്ടറി TP ബിജി, ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പാൾ M നളിൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ദേവസ്വത്തിൽ നിന്ന് വിരമിക്കുന്ന EK നാരായണൻ ഉണ്ണിക്കും M നളിൻ ബാബുവിനും അഡ്മിനിസ്ട്രേറ്റർ ഉപഹാരം സമ്മാനിച്ചു. ഞമനേങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ചൊവ്വാഴ്ച വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിക്കും. പുലർച്ചെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, തന്ത്രിപൂജ തുടങ്ങി വിശേഷാൽ പൂജകൾ ഉണ്ടാകും. പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി അഴകത്ത് മനക്കൽ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ 9 സർവൈശ്വര്യ പൂജ, 11:30 പ്രസാദൂട്ട്, വൈകിട്ട് 6:15 ദീപാരാധന, തുടർന്ന് കളം കൂറയിടൽ, കളംപാട്ട്, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടാകും. ലോക ഫുട്ബോൾ ദിനാഘോഷത്തിന്റെ ഭാഗമായി പഴഞ്ഞി ഫുട്ബോൾ ഫ്രണ്ട്സ് പ്രസിഡന്റ് MM വിൽസനെ ആദരിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പഴഞ്ഞി പബ്ലിക് ലൈബ്രറിയുടെ നവതി ആഘോഷത്തിന്റെ ഭാഗമായാണ് അരനൂറ്റാണ്ടായി ഫുട്ബോൾ ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ടൂർണമെന്റുകളുടെ മുഖ്യ സംഘാടകനായ വിൽസനെ ആദരിച്ചത്. വിൽസന്റെ വസതിയിലെത്തി ലൈബ്രറി പ്രസിഡന്റ് KT ഷാജൻ മാസ്റ്ററും സെക്രട്ടറി K ജോർജും ചേർന്ന് പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ആവേശവുമായി റിഥം ക്ലബ് മരത്തംകോട്. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ എന്നീ ടീമുകളുടെ ആരാധകർ തമ്മിലുള്ള സൗഹൃദ മത്സരമാണ് റിഥം ക്ലബ്ബ് നടത്തിയത്. മത്സരങ്ങളുടെ ഉദ്ഘാടനം കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് അഷ്റഫ് സംസാരിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ പ്രശാന്ത്, വിനീഷ്, ശ്രീജേഷ്, അഖിൽ തക്കടോ, മുബാറക് എന്നിവർ നേതൃത്വം നൽകി. സൗഹൃദ മത്സരത്തിൽ അർജന്റീന ഫാൻസ് ജേതാക്കളായി. കുന്നംകുളം കൊമേഡ് സർക്കിൾ അക്വാ സോണിൽ ജില്ലാതല നീന്തൽ മത്സരം സംഘടിപ്പിച്ചു.
കൊമേറ്റ് സർക്കിൾ അക്വസോൺ സ്വിമ്മിംഗ് പൂളിൽ 10 വയസ്സു മുതൽ 17 വയസ്സുവരെയുള്ള 3 വിഭാഗങ്ങളായി നടത്തിയ ജില്ലാതല നീന്തൽ മത്സരത്തിൽ 40ഓളം പേരാണ് പങ്കെടുത്തത്. പ്രസിഡന്റ് സംസി തോമസ്, സെക്രട്ടറി ജോബ് തോലത്ത്, കൺവീനർമാരായ പോൾ സി വി, ഡോക്ടർ വിനോദ് എം എ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. വിജയികളായി സീനിയർ ഗേൾസ് ഫ്രീ സ്റ്റൈലിൽ 1ാം സമ്മാനം ഇസ റോസ് ഡെന്നി, 2ാം സമ്മാനം ഹന്ന കെ ബി, 3ാം സ്ഥാനം ഗായത്രി സി ജി എന്നിവർ സ്വന്തമാക്കി. ജൂനിയർ ഗേൾസിൽ 1ാം സ്ഥാനം ജസ്റ്റീന ഗ്രേസ് എം ജെ, 2ാം സ്ഥാനം നക്ഷത്ര പി അനീഷ്, 3ാം സ്ഥാനം ആരാധ്യ എം എന്നിവർ സ്വന്തമാക്കി. സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ 1ാം സ്ഥാനം അബ്ബ വിനോദ്, 2ാം സ്ഥാനം എസ്തേർ റജിൻ, 3ാം സ്ഥാനം അദ്വിക പി എൻ. സബ് ജൂനിയർ ഗേൾസ് ബാക്ക് സ്ട്രോക്കിൽ 1ാം സ്ഥാനം അബ്ബ വിനോദ്, 2ാം സ്ഥാനം മിത്ര പ്രവീൺ എന്നിവർ സ്വന്തമാക്കി. ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ ഫ്രീ സ്റ്റൈലിൽ 1ാം സ്ഥാനം ആൽബി, 2ാം സ്ഥാനം ദക്ഷേശ്വർ എന്നിവരും സബ് ജൂനിയർ ബോയ്സ് ഫ്രീ സ്റ്റൈലിൽ 1ാം സ്ഥാനം മൈത്തിക് ദേവ് പി എസ്, 2ാം സ്ഥാനം പൃഥ്വിക് പ്രവീൺ, 3ാം സ്ഥാനം ആദിദേവ് എം എം എന്നിവരും സ്വന്തമാക്കി. പുനേർകുളം ആൽത്തറ കുണ്ടനി ശ്രീ ദണ്ഡൻ സ്വാമി ക്ഷേത്രമുറ്റത്ത് പുതുതായി നിർമ്മിച്ച കൊന്നമരത്തറ ക്ഷേത്രത്തിന് സമർപ്പിച്ചു. കമ്മിറ്റി ചെയർമാൻ സി കെ ഷൺമുഖൻ സ്പോൺസർ ചെയ്താണ് തറ കെട്ടി നൽകിയത്. ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ എം പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി ട്രഷറർ സി വി പ്രസാദ്, കമ്മിറ്റി ഭാരവാഹികളായ വി എസ് ഷാനി, കെ എ രമേശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടകമ്പാൽ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ദിശ 2026 ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിച്ചു. കരയോഗം പ്രസിഡന്റ് ടി സത്യൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കെ കൃഷ്ണൻകുട്ടി, ഗിരീഷ് കുമാർ, ജനാർദ്ദനൻ അതിയാരത്ത്, രാജേഷ്, നവീൻ എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച പ്രതിഭകൾക്കും ചടങ്ങിൽ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. അലൻ തിലക് കരാട്ടെ സ്കൂളിന്റെ 21ാമത് ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. എയ്യാൽ കരാട്ടെ ക്ലാസ്സിൽ നടന്ന ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്ത ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എം രമേശ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം നൌഷാദ്, വാർഡ് മെമ്പർ ഗീതാ രാജൻ എന്നിവർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. കരാട്ടെ അസോസിയേഷൻ ഇന്ത്യ ചീഫ് ഇൻസ്ട്രക്ടർ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ഹാൻഷി KS സദാനന്ദൻ, വേലൂർ കരാട്ടെ അക്കാദമി കോച്ച് 3rd ഡാൻ ബ്ലാക്ക് ബെൽറ്റ് സെൻസായി സോനു പോൾ എന്നിവർ 1st ഡാൻ ബ്ലാക്ക് ബെൽറ്റ് വിതരണവും നിർവഹിച്ചു. വേലൂർ സ്കൂളിൽ കരാട്ടെ പരിശീലനം നടത്തിയ 13 കുട്ടികൾക്കാണ് സർട്ടിഫിക്കറ്റ് നൽകിയത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,610 രൂപ, പവന് 1,16,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കുന്നംകുളത്ത് പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമർദ്ദത്തിന് ഇരയായ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിന്റെ പരാതിയിൽ അടിയന്തര നടപടിക്കൊരുങ്ങി സർക്കാർ. വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഇടപെട്ടു. ഒരാഴ്ചയ്ക്കകം സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചു. അന്തരിച്ച കുന്നംകുളം കാണിപ്പയ്യൂർ യൂണിറ്റി ആശുപത്രി സ്ഥാപകൻ മോഹനവർമ്മയ്ക്ക് നാടിന്റെ യാത്രാമൊഴി. ശ്വാസതടസ്സത്തെ തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അദ്ദേഹത്തിന്റെ അന്ത്യം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ. സംസ്കാരം എറണാകുളം രവിപുരത്ത് നടന്നു. വിട പറയുന്നത് കുന്നംകുളത്തിന്റെ ആരോഗ്യരംഗത്ത് സാർത്ഥകമായ ഇടപെടൽ നടത്തിയ പ്രതിഭാശാലി. സാധാരണക്കാർക്ക് വീണ്ടും ഇരുട്ടടിയായി രാജ്യത്ത് ഇന്ധനവില വർധന. പെട്രോളിന് ഇന്ന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയും കൂടി. നികുതി കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള നീക്കത്തിലേക്ക് സംസ്ഥാനത്തെ UDF സർക്കാർ നീങ്ങുമോ എന്ന് ആകാംക്ഷ. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സണ് പുതിയ ഔദ്യോഗിക വാഹനം വാങ്ങാനുള്ള നീക്കത്തെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ ബഹളം. കോൺഗ്രസ് BJP അംഗങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ യോഗം അജണ്ടകൾ ചർച്ച ചെയ്യാനാകാതെ പിരിഞ്ഞു. പ്രതിപക്ഷം നാടിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് നഗരസഭാ അധ്യക്ഷ സൗമ്യ അനിലൻ.
മാർച്ച് മാസം നടന്ന 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സെക്രട്ടേറിയറ്റ് PRD പ്രസ് ചേംബറിൽ പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ ഫലപ്രഖ്യാപനം നടത്തും. കാലവർഷം നാളെ കേരള തീരം തൊട്ടേക്കും. പരക്കെ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ടിന് സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. മുഖ്യമന്ത്രിയുടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങളിൽ വ്യക്തത വരുത്തി ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ. മുഖ്യമന്ത്രി VIP പരിഗണനയോടെയല്ല, മറിച്ച് ക്ഷേത്രത്തിലെ കൃത്യമായ ചട്ടങ്ങളും ഭക്തർക്കുള്ള സൗകര്യങ്ങളും മുൻനിർത്തി തന്നെയാണ് ദർശനം നടത്തിയതെന്ന് അഡ്മിനിസ്ട്രേറ്റർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.